സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്ന എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ് ഫോണിലെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നു. അപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പവർ സപ്ലൈ ഇല്ലാതെ ഇരിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് ഈ ഒരു കാര്യം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു സ്മാർട്ട് ഫോണിനുള്ളിൽ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് കുറയുന്നത് നമുക്കതിനെ തടയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മിക്കവാറും ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ സ്മാർട്ട് ഫോൺ യൂസേജ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒത്തിരി ആൾക്കാർ കാണും. അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ മുകളിലായിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും ഓട്ടോ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഓണായി കിടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഓട്ടോ റൊട്ടേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ മൂവിയൊക്കെ കാണുമ്പോഴത്തേക്കിന് നമ്മളുടെ മൊബൈൽ സ്ക്രീൻ തിരിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തിരിഞ്ഞ് വരണം. ഇനി ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ നമ്മളുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം ഇത് ഓഫ് ചെയ്തില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ സെൻസറൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ ബാറ്ററി കണ്ടമാനം കുറയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ആവശ്യം കഴിയുമ്പോൾ ഈ ഓട്ടോ റൊട്ടേറ്റ് എന്നുള്ളത് നമ്മൾ ഓഫ് ചെയ്തിടുക, ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് ഓപ്ഷനാണ് വൈഫൈയും അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ടും. അപ്പോൾ ഈ വൈഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇത് തീർച്ചയായിട്ടും ഓഫ് ചെയ്തിടുക. ചില സ്മാർട്ട് ഫോണിനൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വൈഫൈയുടെ കവറേജ് കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇത് സെൻസർ തന്നെ അത് ഓഫായി പോകുന്നുണ്ട്. പക്ഷേ ചില സ്മാർട്ട് ഫോണിൽ എപ്പോഴും ഇത് ഓണായി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മളത് തീർച്ചയായിട്ടും ഓഫ് ചെയ്തിടുക. ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് ഹോട്ട്സ്പോട്ട്. അപ്പോൾ സെറ്റിങ്സിനകത്ത് മൊബൈൽ നെറ്റ്വർക്കിനകത്ത് ടെതറിങ് ആൻഡ് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഹോട്ട്സ്പോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഡിവൈസിലുള്ള ഇൻ്റർനെറ്റ് വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഹോട്ട്സ്പോട്ടും നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ ഇത് ഓഫായിട്ട് കിടക്കുകയാണ്. ഇത് ഓണാക്കി ഇടാതിരിക്കുക. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണാക്കി ഇടുക, അല്ലാത്ത സമയങ്ങളിൽ ഓഫാക്കി ഇട്ട് തന്നെ ഉപയോഗിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ഫോണിലോട്ട് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതിനകത്ത് ഇപ്പോൾ മൊത്തത്തിൽ ഒരു 200-210 ആപ്ലിക്കേഷൻസ് കിടപ്പുണ്ട്. പക്ഷേ ഒരു ദിവസം ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഏതെങ്കിലും ഒരു 6 ആപ്ലിക്കേഷൻ ആയിരിക്കും. ബാക്കിയുള്ള 100-190 ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് വെറുതെ കിടക്കുന്നതാണ്. പക്ഷേ എനിക്ക് വല്ലപ്പോഴും ഒക്കെ ആവശ്യം വരുന്നതാണ്. അപ്പോൾ എനിക്കിതിനകത്തുനിന്ന് അതിനെ കളയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അതിനകത്ത് ചില ആപ്ലിക്കേഷൻസൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഉപയോഗിച്ചില്ലെങ്കിലും അത് റണ്ണാകുന്നുണ്ട്, ചിലത് സിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിലേക്ക് വരിക. സെറ്റിങ്സിൽ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരുന്നു. ഇതിനകത്ത് ആപ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിനകത്ത് വോക്കൽ റിമൂവർ എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ കാണുന്നുണ്ട്. ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്യുകയാണ്. എനിക്ക് എപ്പോഴും അത് ആവശ്യം വരാറില്ല. 2 ഓപ്ഷനുണ്ട്, അൺഇൻസ്റ്റോളും ഉണ്ട്, ഫോഴ്സ് സ്റ്റോപ്പും ഉണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ എനിക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അൺഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതിന് പകരം അതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ അങ്ങ് കൊടുക്കുക. താഴെ അതിനെ കൺഫേം ചെയ്യുക. അപ്പോൾ അത് ഓൾറെഡി നമ്മളുടെ ആ ഒരു ഡിവൈസിനുള്ളിൽ കിടന്നോളും. പക്ഷേ അത് സ്റ്റോപ്പായിട്ടാണ് കിടക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ അത് റൺ ചെയ്യത്തില്ല. ഇനി നമുക്ക് ആവശ്യം വരുമ്പം ഇതിനെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഫോണിനകത്തുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് താഴെ ആപ്പ് ഇൻസ്റ്റോൾഡ് ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നുള്ള ഓപ്ഷൻ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വർക്കാകുന്നതാണ്. അത് ഓരോ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ഫോണിനകത്ത് എനേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരാറുണ്ട്. അപ്പോൾ ഓരോ കമ്പനിയെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി. നിങ്ങൾ ആവശ്യമില്ലാത്തത് എപ്പോഴും ഉപയോഗിക്കാത്തത് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്തിടുക. അടുത്തതായിട്ട് നമ്മുടെ ഫോണിൽ ബാറ്ററി ചാർജ് നല്ല രീതിയിൽ കുറയ്ക്കുന്ന ഒരു സെറ്റിങ്സാണ് ഇവിടെ കിടക്കുന്ന ഈ ഒരു ബ്രൈറ്റ്നസ്. ഇപ്പം ഞാൻ ബ്രൈറ്റ്നസ് ഏറ്റവും മാക്സിമത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ മാനുവലായിട്ടാണ് ഇതിനകത്ത് ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിക്ക ആൾക്കാരുടെയും ഫോണിനകത്ത് ബ്രൈറ്റ്നസ് കിടക്കുന്നത്, ഞാനിപ്പോൾ സെറ്റിങ്സിലേക്ക് പോകുന്നു. ഇതിനകത്ത് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ
ഈ ഓട്ടോമാറ്റിക് എന്നുള്ളത് ഓണായിരിക്കും. കണ്ടോ, ഇപ്പോൾ അത് കണ്ടമാനം കുറഞ്ഞു പോയി. പക്ഷേ എനിക്ക് ഇത്രയും ബ്രൈറ്റ്നസ് പോരാ ഇപ്പോൾ. അപ്പോൾ ഞാനത് കുറച്ച് കൂട്ടിയിടുകയാണ്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് എന്നുള്ളത് ഓണാക്കി ഇടുകയാണെങ്കിൽ നമ്മൾ മാറുന്നതനുസരിച്ച് എപ്പോഴും ഈ ബ്രൈറ്റ്നസ്സിൻ്റെ ആ ഒരു സെൻസർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളുടെ ബാറ്ററി അത് ഫോണിനകത്ത് ധാരാളം കുറയാനായിട്ട് ഇടയാകും. അപ്പോൾ ഓട്ടോമാറ്റിക് എന്നുള്ളത് നിങ്ങൾ ഓഫ് ചെയ്തിടുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ബ്രൈറ്റ്നസ്സിനെ സെറ്റ് ചെയ്ത് വെക്കുക. സാധാരണ രീതിയിൽ ഉപയോഗിക്കാനായിട്ടൊരു 30% അല്ലെങ്കിൽ ഒരു 40% ഒക്കെ നമുക്ക് മതിയാകും. ഇപ്പോൾ ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടത് ഫുള്ളായിട്ടിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക് ഇടാതിരിക്കുക. അഞ്ചാമത് നമ്മളുടെ ഫോണിനുള്ളിൽ ബാറ്ററി കുറയാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഫോണിനകത്ത് ഉപയോഗിക്കുന്ന കീബോർഡുകൾ. ഇപ്പോൾ സെറ്റിങ്സിനകത്തേക്ക് വരികയാണ്. സെറ്റിങ്സിനകത്ത് ആപ്ലിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. ആപ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് ഞാനിപ്പോൾ കീബോർഡെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 2 കീബോർഡാണ് ഈ ഫോണിൽ ഉപയോഗിക്കുന്നത്. ഒരു മംഗ്ലീഷ് കീബോർഡും മൈക്രോസോഫ്റ്റ് സ്വിഫ്റ്റ് കീബോർഡും. മൈക്രോസോഫ്റ്റിൻ്റെ ആ ഒരു കീബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഇതിനകത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ലോക്ക് സ്ക്രീനും സൗണ്ടും. അപ്പോൾ ഈ സൗണ്ട് എന്നുള്ളത് നമ്മളത് ഓഫ് ചെയ്തിടുക. അതുപോലെ വൈബ്രേഷനും ഓഫ് ചെയ്തിടുക. ഇനി മംഗ്ലീഷ് കീബോർഡിൻ്റെ ആപ്ലിക്കേഷനകത്താണ് ആ ഒരു സെറ്റിങ്സ് കിടക്കുന്നത്. അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. സെറ്റിങ്സിലേക്ക് വരുമ്പോഴത്തേക്കിന് വൈബ്രേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. വൈബ്രേറ്റും അതുപോലെ തന്നെ കീ പ്രസ് ചെയ്യുമ്പോഴുള്ള സൗണ്ടും നമ്മൾ ഓഫ് ചെയ്തിടുക. ആറാമത്തെ കാര്യമാണ്, നമ്മൾ ഫോണിൽ സെറ്റിങ്സിലേക്ക് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഹോം സ്ക്രീൻ ആൻഡ് വാൾപേപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറച്ച് തീംസും വാൾപേപ്പറും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുമാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വാൾപേപ്പർ നമ്മൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ തീം ഉപയോഗിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി കൺസംഷൻ നല്ല രീതിയിൽ നടക്കും. പെട്ടെന്ന് തന്നെ ചില തീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, നല്ല ആനിമേഷനുള്ള തീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് തീരുന്നതായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആനിമേഷൻസൊക്കെ കുറവുള്ള തീം യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. അത് നമ്മളുടെ ബാറ്ററി ലൈഫിനെ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏഴാമത്തെ ഒരു കാര്യമാണ്, ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബാറ്ററി സേവർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെ റൺ ചെയ്യാറുണ്ട്. അതൊരിക്കലും ചെയ്യാതിരിക്കുക. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുമ്പം ആ ഒരു ആപ്ലിക്കേഷനും കൂടെ കൺസ്യൂം ആകുന്നതിൻ്റെ ബാറ്ററി നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണിലെല്ലാം സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ബാറ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ ബാറ്ററി സേവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചില ഫോണിനകത്തൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് തന്നെ 3 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. പെർഫോമൻസ് മോഡുണ്ട്, പവർ സേവിങ് മോഡുണ്ട്, അൾട്രാ പവർ സേവിങ് മോഡുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും ട്രാവലിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അൾട്രാ പവർ സേവിങ് മോഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എത്ര മിനിറ്റ് റിമൈനിങ് നമുക്ക് കിട്ടുമെന്നുള്ളത്. നല്ലൊരു ചേഞ്ച് അതിനകത്തുനിന്ന് കിട്ടും. ഓരോ ഫോണിന് ഓരോ ഓപ്ഷനാണ്. അത് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ആവശ്യം വരുന്നതനുസരിച്ച് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് ഇടുക. ഇനി 8ാമത്തെ ഒരു കാര്യമാണ്, ഇത് നമുക്ക് ഒരു രക്ഷയില്ലെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുള്ളൂ. അതായത് ബാറ്ററി സേവർ ഇട്ടിട്ട് പോലും നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേന് ബാറ്ററി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതേസമയം നമുക്ക് നമ്മുടെ ഫോൺ ഓഫാകാനും പാടില്ല, ചാർജ് ചെയ്യാൻ വേറെ വഴിയില്ല, ട്രാവലിംഗ് ആണ്, അങ്ങനത്തെ സിറ്റുവേഷൻ വന്നെങ്കിൽ മാത്രം നമ്മുടെ ഫോണിൽ സെറ്റിങ്സിലേക്ക് വരിക. അതിൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നിട്ട് ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിൻ്റെ മീനിങ് ആ ഗൂഗിളിൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനുള്ളിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ജിമെയിൽ അക്കൗണ്ട് മിക്കവാറും നമ്മളുടെ ആപ്ലിക്കേഷനും ഒക്കെ ആയിട്ട് സിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് സിങ്ക് ചെയ്തതിനെ നമ്മൾ ലോഗൗട്ട് ചെയ്ത് കളയുക. അപ്പം സിങ്കിങ് മൊത്തവും അവിടെ ഓഫാകുന്നതാണ്. അപ്പോൾ സിങ്കിങ്ങും നല്ല രീതിയിൽ ബാറ്ററി എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ അത്യാവശ്യ ഘടകങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളത് ഉപയോഗിക്കുക. കാരണം പല ആപ്ലിക്കേഷനും നല്ല രീതിയിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ സിങ്കിങ് നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, കോൺടാക്റ്റൊക്കെ നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുന്നത് ചിലപ്പോൾ ഇമെയിലായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യ സന്ദർഭം വന്നാൽ മാത്രം ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നമ്മളുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കഴിയുമ്പം തിരിച്ചത് സിങ്ക് ചെയ്തിടാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ആ ഒരു കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തും കൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.